ഹരി ഓം. എല്ലാ യോഗബന്ധുക്കൾക്കും സായാഹ്ന നമസ്കാരം. SPYSS NYC ഓൺലൈൻ മലയാളം ഗീതാ പഠനം ഇന്ന് 117-ാം ദിവസമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായി 42 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ പോകുന്നത് 43 മുതൽ 48 ശ്ലോകങ്ങൾ വരെയാണ്. ധ്യാന ശ്ലോകം ചൊല്ലുന്നത് വിജി ഉണ്ണികൃഷ്ണനൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ശ്ലോകങ്ങൾ, അതായത് 37 മുതൽ 39 വരെ ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നത് നിഷ സമീർ ഒക്കെയാണ്. 40 മുതൽ 42 വരെ ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നത് ദീപ കെയുമാണ്. അതിനുശേഷം ഇന്ന് പഠിക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് സിന്ധു അനന്തു ഒക്കെയാണ്. റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് ധാത്രി അക്കയും വിവരണം നൽകുന്ന രത്നവല്ലി അക്കയുമാണ്. ശ്ലോകങ്ങൾ 43 മുതൽ 45 വരെയാണ് ധാത്രി അക്കയും റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത്. 46 മുതൽ 48 വരെയുള്ള റെപ്പിറ്റീഷൻ ഓഫ് ചാൻഡിങ് ചെയ്യുന്നത് സോനാക്കയാണ്. ശ്ലോകങ്ങളുടെ വിവരണങ്ങൾ നൽകുന്നത് ജയരാജരണനാണ്. ബാക്കപ്പായി രമാക്കയും സരോജിനിയൊക്കെയും ഉണ്ട്. എല്ലാവരെയും ഈ സായം സന്ധ്യയിലെ ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പഠന ക്ലാസ്സിൽ പഠിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചെല്ലാനായി വിജി ഉണ്ണികൃഷ്ണക്കെ സദയം സ്വാഗതം ചെയ്യുന്നു. ഹരിയോം അക്ക. ഹരിയോം. ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു തേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയത്രതജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാവതി കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണ ഘോരമകരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡൈവരണ നദി കൈവർത്തകഃ കേശവഃ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതം അഹം വന്ദേ പരമാനന്ദം മാധവം. യത്കൃപാതം അഹം വന്ദേ പരമാനന്ദം മാധവം. ഹരിയോം. അടുത്തതായി ശ്ലോകങ്ങൾ 37 മുതൽ 39 വരെ ചാൻഡിങ് റിവിഷൻ ചെയ്യുന്നതിനായി നിഷ സമീറക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയമക്ക. ഹരിയമക്ക. കസ്മാചതേന നമേരൻ മഹാത്മൻ കരീയസേ ബ്രഹ്മണോഭ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത് ത്വമാദിദേവ പുരുഷ പ്രാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം
वेदासि वेद्यं च परं च धाम त्वया तदं विश्वमनन्तरूप वायुर्यमोऽग्निर्वरुणः शशाङ्कः प्रजापतिस्त्वं प्रपितामहश्च नमो नमस्तेऽस्तु सहस्रकृत्वा पुनश्च भूयोऽपि नमो नमस्ते. ഹരി ഓം. അടുത്തതായി ശ്ലോകങ്ങൾ 40 മുതൽ 42 വരെ റിവിഷൻ ചാൻഡിംഗ് റിവിഷൻ ചെയ്യുന്നതിനായി ദീപകയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം ദീപക. നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവദ ഏവ സർവാ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തത്വോസി സർവം സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാൽ പ്രണയേന വാപി യച്ചാവഹാസാർത്ഥമസകൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോദവാപ്യുത തത്സമക്ഷം തക്ഷാമയേ ത്വാമഹപ്പമേയം. ഹരി ഓം. സിന്ധു അൻദ്വക ശ്ലോകങ്ങൾ ചാൻഡിംഗ് ഗൈഡൻസ് നൽകുന്നതിനായി സിന്ധു അൻദ്വകയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ 43 മുതൽ 45 വരെ ധാത്രിയൊക്കെയാണ് റെപ്പറ്റീഷൻ ഓഫ് ചാൻഡിംഗ് ചെയ്യുന്നത്. ധാത്രിയൊക്കെയും സ്വാഗതം ചെയ്യുന്നു. വിശദീകരണത്തിനായി രത്നവല്ലിയൊക്കെയും സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. 43ാമത്തെ ശ്ലോകം. പിതാസി ലോകസ്യ ചരാചരസ്യ പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യധിക കുതോന്യോ ന ത്വത്സമോസ്ത്യഭ്യധികസ്കുതോന്യോ അഭ്യധികോ കുതോന്യോ ത്വത്സമോസ്ത്യ അഭ്യധികസ്കുതോന്യോ ലോകത്രയേപ്യപ്രതിമ പ്രഭാവ ലോകത്രയേഭ്യ പ്രതിമപ്രഭാവ പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യധിക കുതോന്യോ ലോകത്രയേപ്യ പ്രതിമ പ്രഭാവ ന ത്വത്സമോസ്ത്യ അഭ്യധികകുതോന്യോ ലോകത്രയോഭ്യ പ്രതിമപ്രഭാവ പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യധിക കുതോന്യോ ലോകത്രയേപ്യ പ്രതിമ പ്രഭാവ പിതാസി ലോകസ്യ ചരാചരസ്യ തമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന തത്സമോസ്തഭ്യ അഭ്യധികകുതോന്യോ ലോകത്രയേഭ്യ പ്രതിമപ്രഭാവ. 44ാമത്തെ ശ്ലോകം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയായാർഹസി ദേവസോഢും പ്രിയപ്രിയായാർഹസി ദേവസോഢും തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയായാർഹസി ദേവസോഢും പിതേവ പുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയായാർഹസി ദേവസോഢും തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയായാർഹസി ദേവസോഢും തസ്മാത് പ്രണമ്യ പ്രണിതായ കായം
प्रसादये त्वामहमीशमीढ्यम् पिदेव पुत्रस्य सखेव सख्यो प्रियप्रियायार्हसि देवसोढुम् 45 ശ്ലോകം. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ अदृष्टपूर्वं हृषितोऽस्मि दृष्ट्वा ഭയേന ച പ്രവ്യതിതം മനോ മേ भयेन च प्रव्यदितं मनो मे തദേവ മേ ദർശയ ദേവരൂപം तदेव मे दर्शय देवरूपं പ്രസീദ ദേവേശ ജഗന്നിവാസ प्रसीद देवेश जगन्निवासाम् അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യതിതം മനോ മേ अदृष्टपूर्वं ऋषियोऽस्मि दृष्ट्वा भयेन च प्रव्यदिगं मनो मे തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ तदेव मे दर्शय देवरूपं प्रसीद देवेश जगन्निवासा അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യതിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ अदृष्टपूर्वं हृषितोऽस्मि दृष्ट्वा भयेन च प्रव्यदिगं मनो मे तदेव मे दर्शय देवरूपं प्रसीद देवेश जगन्निवासा ഹരി ഓം. ഇന്ന് ഭഗവത്ഗീത അധ്യയനം 11-ാമത്തെ അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 43, 44, 45 ശ്ലോകങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഈ 3 ശ്ലോകവുമാണ് നമ്മളിപ്പോ ഇവിടെ പാരായണം ചെയ്ത് കേട്ടത്. ഇനി അതിന്റെ വ്യാഖ്യാനത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അതിനു മുമ്പായി മുഖവുരിയായി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 7-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ഭഗവാനോട് പറയുണ്ടായി, ഭഗവാനെ, എനിക്ക് കാർപ്പണ്യ ദോഷം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ധർമ്മം എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് ശ്രേയസ്കരമായത് എന്താണോ അത് ഉപദേശിച്ചു തന്നാലും എന്ന് അർജുനൻ ഭഗവാനോട് പറയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ അർജുനന് നൽകിയ ഉപദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഉപദേശം ലഭിച്ച അർജുനന് തന്റെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥ ഈശ്വരനാണ് എന്ന് മനസ്സിലാകുകയാണ് ഉണ്ടായത്. അങ്ങനെ മനസ്സിലായ അർജുനൻ ഭഗവാനോട് പല കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി. അതായത് അർജുനന് പരോക്ഷ ജ്ഞാനം ലഭിച്ചു ഭഗവാന്റെ ഉപദേശം കൊണ്ട്. അങ്ങനെ പരോക്ഷ ജ്ഞാനം ലഭിച്ച അർജുനൻ പ്രത്യക്ഷ ജ്ഞാനത്തിന് വേണ്ടി ഭഗവാനോട് ആവശ്യപ്പെട്ടു. അതിന്റെ ഫലമായി ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഈ വിശ്വരൂപ ദർശനത്തിലൂടെ ഏകത്വത്തിൽ നാനാത്വവും നാനാത്വത്തിൽ ഏകത്വവും അർജുനൻ കണ്ടു. അങ്ങനെ ഈ വിശ്വരൂപ ദർശനത്തോടുകൂടി അർജുനനെ മനസ്സിലെ പല വികാര വിക്ഷേപങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. ഈ വികാര വിക്ഷേപങ്ങൾ കാരണം അർജുനന്റെ മനസ്സ് കലുഷിതമായിരിക്കുകയാണ്. ഇതിന്റെ ചില ഭാഗങ്ങളാണ്
ഈ 3 ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് കടക്കാം. 43-ാമത്തെ ശ്ലോകം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വൽസ്വമോസ്ത്യഭ്യധിക കുതൂന്യോ ലോകത്രയേപ്യ പ്രതിമപ്രഭാവ എന്നാണ് 43-ാമത്തെ ശ്ലോകം. അതായത് ഹേ അപ്രതിമ പ്രഭാവ എന്നാണ് സംബോധന ചെയ്യുന്നത് അർജുനൻ ഭഗവാനെ. അപ്രതിമ പ്രഭാവ എന്ന് പറഞ്ഞാൽ നിസ്തുല പ്രഭാവത്തോടു കൂടിയവനെ, ഒന്നിനോടും തുലനം ചെയ്യാൻ സാധിക്കാത്ത പ്രഭാവത്തോട് കൂടിയവനെ എന്നാണ് ഭഗവാനെ ഇവിടെ അർജുനൻ സംബോധന ചെയ്യുന്നത്. ത്വം അങ്ങ് ചരാചരസ്യ അസ്യ ലോകസ്യ പിതാ അസി. ചരാചരസ്യ എന്ന് പറഞ്ഞാൽ ജംഗമ സ്ഥാവരങ്ങളായ അസ്യ ലോകസ്യ ഈ പ്രപഞ്ചത്തിന്റെ പിതാ അസി പിതാവാകുന്നു അങ്ങ് എന്നാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെയൊക്കെ പിതാവ് അങ്ങാകുന്നു. അധഹ ഏവ അതുകൊണ്ട് തന്നെ ത്വം പൂജ്യഃ അങ്ങ് പൂജിക്കപ്പെടുവാൻ യോഗ്യനാകുന്നു. ഗുരുഹു ച ഗുരുവുമാകുന്നു. മാത്രമല്ല ഗരീയാൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. അതായത് നിസ്തുല പ്രഭാവത്തോടു കൂടിയ അങ്ങ് ഈ ജംഗമ സ്ഥാവരങ്ങളായ ഈ പ്രപഞ്ചത്തിന്റെ പിതാവാകുന്നു. അത് ഹേതുവായിട്ട് തന്നെ, അത് കാരണമായിട്ട് തന്നെ അങ്ങ് പൂജിക്കപ്പെടുവാൻ യോഗ്യനായും ഗുരുവായും ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനായും ഭവിക്കുന്നു എന്ന്. പിന്നെ മറ്റൊന്ന് പറയുന്നത് അധഹ അതിനാൽ ലോകത്രയേ അഭി 3 ലോകങ്ങളിലും ത്വസമഹ ന അസ്തി അങ്ങക്ക് സമനായവൻ വേറെ ആരുമില്ല. അഭ്യധിക അങ്ങേക്കാൾ മേലെയായി അന്യഹ കുത പിന്നെ ആരുണ്ടാവാനാണ്. അതായത് ഈ 3 ലോകങ്ങളിലും അങ്ങേക്ക് സമമായിട്ട് ആരും തന്നെ ഇല്ല. പിന്നെ അങ്ങയുടെ മേലെയായി വേറെ ആരുണ്ടാവാനാണ്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ നിസ്തുല പ്രഭാവത്തോടു കൂടിയ അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ പിതാവാകുന്നു. അതുകൊണ്ട് തന്നെ അങ്ങ് പൂജിക്കപ്പെടുവാൻ യോഗ്യനാണ്, ഗുരുവാണ്, ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാണ്. ഈ ത്രിലോകങ്ങളിലും വെച്ച് ത്രിലോകങ്ങളിലും അങ്ങയ്ക്ക് സമമായി വേറെ ആരും ഇല്ല. പിന്നെ അങ്ങയുടെ മേലെയായി ആര് ഉണ്ടാവാനാണ് എന്നാണ് ഈ 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 44-ാമത്തെ ശ്ലോകം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യഃ പ്രിയ പ്രിയായാർഹസി ദേവസോഢും. തസ്മാത് അതുകൊണ്ട്, ഏതുകൊണ്ട്, അങ്ങാണ് ഈ പ്രപഞ്ചത്തിന്റെ പിതാവ്, അങ്ങയുടെ മേലെ വേറെ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഈശനായും ഈഡും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായും ഇരിക്കുന്ന ത്വാം അങ്ങയെ അഹം കായം പ്രണിധായ പ്രണമ്യ. അഹം ഞാൻ, കായം എന്ന് പറഞ്ഞാൽ ശരീരം, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് അങ്ങയെ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പ്രസാദയെ എന്നിട്ട് ക്ഷമിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് ക്ഷമിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ കാരണം, ഈ അർജുനൻ ഭഗവാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. ഈ പ്രത്യക്ഷജ്ഞാനമായ വിശ്വരൂപം കണ്ടപ്പോഴാണ് അർജുനന് ഭഗവാൻ ആരാണ് എന്ന് ബോധം വന്നത്. അതുവരെ അർജുനൻ വിചാരിച്ചു തന്നെ പോലെ തന്നെ ഒരാളാണ്, തൻ്റെ സഖാവാണ് കൃഷ്ണൻ എന്നാണ്, തൻ്റെ ഭാര്യ സഹോദരൻ അല്ലെങ്കിൽ ഒരു യാദവൻ
ഇങ്ങനെയൊക്കെയായിരുന്നു അർജുനൻ ധരിച്ചിരുന്നത്. അപ്പോ ഈ വിശ്വരൂപം കണ്ടതിന് ശേഷമാണ് ഭഗവാൻ ആരാണ് എന്ന് അർജുനന് മനസ്സിലായത്. അതുകൊണ്ട് അർജുനൻ പറയാണ്, ഞാൻ എൻ്റെ ജീവിത കാലത്തെ ഭഗവാനോട് പല കാര്യങ്ങളും പറഞ്ഞതും ഒക്കെ ക്ഷമിക്കണം. അങ്ങ് സാധാരണ ഒരാളാണെന്ന രീതിയിലാണ് അങ്ങയോട് ഞാൻ ഇതുവരെ പെരുമാറിയത്. അതുകൊണ്ട് അതൊക്കെ ഭഗവാൻ ക്ഷമിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈശനായും സ്തുതിക്കപ്പെടുവാൻ യോഗ്യനായും ഇരിക്കുന്ന അങ്ങയെ ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. അങ്ങനെ ദണ്ഡ നമസ്കാരം ചെയ്ത് എന്നോട് ഞാൻ ചെയ്ത എല്ലാ അപരാധങ്ങളും ക്ഷമിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു എന്നാണ് ആദ്യത്തെ 2 ലൈനിൽ പറയുന്നത്. പിന്നെ അതിന് ചില ഉദാഹരണങ്ങളാണ് അടുത്ത 2 വരിയിൽ പറയുന്നത്. അതായത് പുത്രസ്യ അപരാധം പിതാ ഇവ, പുത്രന്റെ അപരാധത്തെ അച്ഛൻ സഹിക്കുന്നത് പോലെയും, സഖ്യഹ സഖാ ഇവ, ഒരു സുഹൃത്തിന്റെ അപരാധം ഒരു സുഹൃത്ത് എങ്ങനെ സഹിക്കുന്നുവോ അതേപോലെ പ്രിയായഹ പ്രിയഹ ഇവ, ഒരു ഭാര്യയുടെ അപരാധം ഭർത്താവ് എങ്ങനെയാണോ സഹിക്കുന്നത് അതുപോലെ മമ അപരാധം, എന്റെ അപരാധത്തെ ദേവ, അല്ലയോ ദേവ സോഡും അർഹസി, ക്ഷമിക്കുന്നതിന് അങ്ങ് അർഹനാകുന്നു എന്നാണ് ഈ ശ്ലോകത്ത് പറയുന്നത്. അതായത് ഈ അങ്ങയുടെ മഹിമ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. അങ്ങയുടെ മഹിമ അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ അപരാധങ്ങൾ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകാം. ഈ അപരാധങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്യാണ് അർജുനൻ. അതിനുള്ള ഉദാഹരണം, അതായത് ഒരു പുത്രൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ സഹിക്കും. അതേപോലെ ഒരു സുഹൃത്ത് ചെയ്യുന്ന അപരാധം മറ്റൊരു സുഹൃത്തും സഹിക്കും എന്ന് പറയുന്നു. പിന്നെ ഭാര്യ ചെയ്യുന്ന അപരാധങ്ങൾ ഭർത്താവ് സഹിക്കുന്നു. അതുപോലെ എൻ്റെ ഞാൻ ഇന്ന് വരെ ചെയ്ത എല്ലാ അപരാധങ്ങളും അറിയാതെ, ഭഗവാന്റെ മഹാത്മ്യത്തെ അറിയാതെ എന്നോട് ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും ഭഗവാനെ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് അർജുനൻ. അതാണ് 44-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 45-ാമത്തെ ശ്ലോകം. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അതായത് ദേവ, അല്ലയോ ഭഗവാനെ, അദൃഷ്ടപൂർവം ദൃഷ്ട്വ, അദൃഷ്ടപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ് കാണപ്പെടാത്തതായ അങ്ങയുടെ വിശ്വരൂപത്തെ ദൃഷ്ട്വ കണ്ടിട്ട്, ഹൃഷിതഃ അസ്മി, ഞാൻ വളരെ സന്തോഷിച്ചവനായിരിക്കുന്നു. അതായത് ഇതുവരെ കാണാത്ത അങ്ങയുടെ രൂപമാണ് വിശ്വരൂപ ദർശനത്തിലൂടെ ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കുന്നു. തഥാപി, എങ്കിലും പ്രവ്യതിതം, ഭയേനജ, ഇത് കണ്ടപ്പോ വളരെ സമയമെങ്കിലും അർജുനനോടൊപ്പം ഭയം ഉണ്ടായി. എന്താ കാരണം? എല്ലാ ചരങ്ങളും അചരങ്ങളുമായ എല്ലാ വസ്തുക്കളുമാണ് ഭഗവാന്റെ ശരീരത്തിൽ കാണുന്നത്. മാത്രമല്ല ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഇനി നിനക്ക് എന്തെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കണ്ടുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും കാണാൻ ഇച്ഛയുണ്ടെങ്കിൽ മനസ്സിന്റെ സങ്കല്പത്തിനനുസരിച്ച് അതും ഭഗവാന്റെ ശരീരത്തിൽ കാണാൻ കഴിയും. നമ്മളെ മനസ്സിൽ സങ്കല്പം ഉണ്ടായിരിക്കണം. അതായത് മനസ്സുകൊണ്ട് സങ്കല്പിക്കണമെങ്കിൽ നമുക്ക് എന്തിനെ പറ്റിയെങ്കിലും ഒരു ചെറിയ അറിവുണ്ടായിരിക്കണം. ആ ചെറിയ അറിവ് വെച്ച് നമ്മളുടെ കഴിവിനനുസരിച്ച് നമുക്ക് മനസ്സിൽ സങ്കല്പം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ സങ്കല്പത്തിനനുസരിച്ച് നിനക്ക് ഇനി ഏതൊരു വസ്തു കാണാൻ നീ ആഗ്രഹിക്കുന്നുവോ അതും എൻ്റെ ശരീരത്തിൽ കണ്ടുകൊള്ളൂ എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഒരാളുടെ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും ആ വിശ്വരൂപ ദർശനം കിട്ടുന്നത്. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് വളരെ അധികം സന്തോഷിച്ചു അർജുനൻ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോ അർജുനന് ഭയം ഉണ്ടായി. ആ ഭയം കൊണ്ട് അർജുനന്റെ മനസ്സ് കലുഷിതമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ സന്തോഷം ഒരു ഭാഗത്തുണ്ട്, പക്ഷെ ഭയവും. അപ്പൊ അതുകൊണ്ട് അർജുനൻ പറയുന്നു, തഥാപി എങ്കിലും ഭയേനച്ച മേ മനഃ പ്രവ്യഥിതം. ഭയം കൊണ്ട് വളരെയധികം സന്തോഷം എനിക്കുണ്ടായെങ്കിലും ഭയം കൊണ്ട് എന്റെ മനസ്സ് പ്രചലിതമായിരിക്കുന്നു ഭഗവാനെ. തസ്മാത് അതിനാൽ എനിക്ക് തത് ഏവ രൂപം, അതായത് ആ പൂർവ ശ്രീകൃഷ്ണ രൂപം തന്നെ, മുമ്പ് കണ്ട ആ ശ്രീകൃഷ്ണ രൂപം തന്നെ ദർശയ, കാണിച്ചു തന്നാലും ഭഗവാനെ. ഈ രൂപം കണ്ടിട്ട് ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. സന്തോഷം ഒരു ഭാഗത്തുണ്ടെങ്കിലും സന്തോഷം മാത്രമായി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഭയവും അതിനോടൊപ്പം വരുന്നത് കൊണ്ട് എന്റെ മനസ്സാകെ കലുഷിതമായിരിക്കുന്നു. അതുകൊണ്ട് എന്തൊക്കെയോ എനിക്കിങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ വിശ്വരൂപത്തെ മറച്ചുകൊണ്ട് ഭഗവാന്റെ ആ പൂർവ ശ്രീകൃഷ്ണ രൂപത്തെ ദർശയ, കാണിച്ചു തന്നാലും എനിക്ക് എന്നാണ് പറയുന്നത്. ഹേ ദേവേശ, അല്ലയോ ദേവകൾക്ക് ഈശനായിട്ടുള്ളവനെ. ഹേ ജഗന്നിവാസ, അല്ലയോ ജഗന്നിവാസ, പ്രസീത, അങ്ങ് പ്രസന്നനായി ഭവിക്കുക. അപ്പോ വിശ്വരൂപ ദർശനത്തില് അത്ര പ്രസന്നനായ മുഖായിരിക്കില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് അതുകൊണ്ടാണ് അല്പം ഭയവും തോന്നി. ആകെ കൂടെ ഇതൊക്കെ കാണുമ്പോ ഇതൊക്കെ ഭഗവാൻ തന്നെയാണെന്ന് അറിയാമെങ്കിലും കാണുമ്പോ അർജുനന് ഭയം ഉണ്ടായി. അങ്ങനെ ഭയം കാരണം അർജുനന് മനസ്സ് പ്രചലിതമായിരിക്കുന്നു, കലുഷിതമായിരിക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വരൂപ ദർശനത്തെ മാറ്റിയിട്ട് ഭഗവാന്റെ ആ പൂർവ ശ്രീകൃഷ്ണ രൂപം തന്നെ എനിക്ക് കാണിച്ചു തന്നാലും, പ്രസന്നനായ ആ മുഖത്തോടു കൂടി എന്നാണ് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഏവർക്കും തന്നെ ഭഗവാന്റെ കൃഷ്ണരൂപം കാണാനാണ് താല്പര്യം. ഭഗവാന്റെ കൃഷ്ണരൂപം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അതുകൊണ്ടാണ് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാല് എത്ര പ്രാവശ്യം ദർശനം കിട്ടിയാലും നമുക്ക് തോന്നും ഒന്നും കൂടെ ഉള്ളിക്കാരി തൊഴാമായിരുന്നു എന്ന് തോന്നും, തിരക്ക് ഉണ്ടെങ്കിൽ കൂടെ. അപ്പൊ അതിന് കാരണം എല്ലാവർക്കും തന്നെ ഭഗവാന്റെ ഈ കൃഷ്ണരൂപം, മനോഹരമായ പ്രസന്ന മുഖത്തോടു കൂടിയുള്ള ഈ രൂപം കാണാനാണ് താല്പര്യം. അതുപോലെ തന്നെയാണ് അർജുനനും ഈ വിശ്വരൂപം ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ടു. എങ്കിലും പിന്നീട് ഭയത്താൽ കൃഷ്ണന്റെ ശ്രീകൃഷ്ണ രൂപം തന്നെ, ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം തന്നെ ആ പ്രസന്നമായ മുഖത്തോടുകൂടി എനിക്ക് കാട്ടിത്തന്നാലും ഈ വിശ്വരൂപ ദർശനത്തെ മാറ്റിയാലും എന്നാണ് ഈ 45-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നു. അപ്പോ 43, 44, 45 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്. നല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അതേപോലെ തന്നെ ഈ ഒരവസരം എനിക്ക് തന്ന ഇതിന്റെ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം അക്ക, ഹരിയോം. അടുത്തതായി 46 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങൾ സോനാക്കയാണ് അത് ചാൻഡിങ് റെപ്പറ്റീഷൻ ചെയ്യുന്നത്. ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നത് സിന്ധു അനന്തു അക്ക. അതിന്റെ വിശദീകരണം നൽകുന്നത് ജയരാജനാണ്. എല്ലാ 3 പേരെയും ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം. 46-ാമത്തെ ശ്ലോകം. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന
सहस्रबाहो भव विश्वमूर्ते सहस्रबाहो भव विश्वमूर्ते किरीटिनं गदिनं चक्रहस्तम् इच्छामि त्वां द्रष्टुमहं तथैव किरीटिनं गदिनं चक्रहस्तम् इच्छामि त्वां द्रष्टुमहं तथैव तेनैव रूपेण चतुर्भुजेन सहस्रबाहो भव विश्वमूर्ते तेनैव रूपेण चतुर्भुजेन सहस्रबाहो भव विश्वमूर्ते किरीटिनं गदिनं चक्रहस्तम् इच्छामि त्वां द्रष्टुमहं तथैव तेनैव रूपेण चतुर्भुजेन सहस्रबाहो भव विश्वमूर्ते किरीटिनं गदिनं चक्रहस्तम् इच्छामि त्वां द्रष्टुमहं तथैव तेनैव रूपेण चतुर्भुजेन सहस्रबाहो भव विश्वमूर्ते 47 श्लोकम् श्री भगवानुवाच मया प्रसन्नेन तवार्जुनेदं श्रीभगवान् वाच मया प्रसन्नेन तवार्जुनेदं रूपं परं दर्शितमात्मयोगात् रूपं परं दर्शितमात्मयोगात् तेजोमयं विश्वमनन्तमाद्यं तेजोमयं विश्वमनन्तमाद्यं यन्मे त्वदन्येन न दृष्टपूर्वम् यन्मे त्वदन्येन न दृष्टपूर्वम् मया प्रसन्नेन तवार्जुनेदं रूपं परं दर्शितमात्मयोगात् मया प्रसन्नेन तवार्जुनेदं रूपं परं दर्शितमात्मयोगात् तेजोमयं विश्वमनन्तमाद्यं यन्मे त्वदन्येन न दृष्टपूर्वम् तेजोमयं विश्वमनन्तमाद्यं यन्मे त्वदन्येन न दृष्टपूर्वम् श्री भगवानुवाच मया प्रसन्नेन तवार्जुनेदं रूपं परं दर्शितमात्मयोगात् तेजोमयं विश्वमनन्तमाद्यं यन्मे त्वदन्येन न दृष्टपूर्वम् श्री भगवान् वाच मया प्रसन्नेन तवार्जुनेदं मया प्रसन्नेन त्वार्जुनेदं रूपं परं दृष्टमात्मयोगात् तेजोमयं विश्वमनन्तमाद्यं यन्मे त्वदन्येन न दृष्टपूर्वम् 48 श्लोकम् न वेदयज्ञ अध्ययनैर् എന്നാണ് न वेदयज्ञाध्ययनैर्न दानैः न वेदयज्ञादयनैर्न दानैर् न च क्रियाभिर्न तपोभिरुग्रैः न च क्रियाभिर्न तपोभिरुग्रैः एवं रूपः शक्य अहं नृलोके एवं रूपः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर दृष्टुं त्वन्येन कुरु प्रवीर न वेदयज्ञाध्ययनैर्न दानैः न च क्रियाभिर्न तपोभिरुग्रैः न वेदयज्ञादयनैर्न दानैर्न च क्रियाभिर्न तपोभिरुग्रैः एवं रूपः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर एवं रूपैः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर न वेदयज्ञाध्ययनैर्न दानैर्न च क्रियाभिर्न तपोभिरुग्रैः एवं रूपः शक्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर
न वेदयज्ञादयनैर्न दानैर्न च क्रियाभिर्न तपोभिरुग्रैः एवं रूपः सख्य अहं नृलोके द्रष्टुं त्वदन्येन कुरु प्रवीर। ഹരി ഓം ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 48 മുതലാണ്. 48, 49, 46, 47, 48. അർജുനന്റെ ഭഗവാനിലുള്ള അകമഴിഞ്ഞ ആ ഭക്തിയെ, അതായത് വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിനും അർജുനന് അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിനും തീവ്രമാക്കുന്നതിനുമാണ് ഭഗവാൻ തന്റെ ദിവ്യമായ വിഭൂതികളെ കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഭഗവാന്റെ ആ വിഭൂതികളെ പറ്റി അർജുനന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതിനുള്ള തെളിവാണ് നമ്മൾ ഈ അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിലെ 1, 2, 3 ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് ഭഗവാൻ തന്റെ സഹസ്രബാഹുവായ ആ വിശ്വരൂപം കാണിക്കുകയും അർജുനന്റെ മനസ്സ് സന്തുഷ്ടനാകുന്നതോടൊപ്പം തന്നെ വിശ്വരൂപം ദീർഘനേരം കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് ഉണ്ടായത്. ആ പഴയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് 45-ാമത്തെ ശ്ലോകം അവസാനിക്കുന്നത്. 46-ാമത്തെ ശ്ലോകം നോക്കാം. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ഭ്രഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹു ഭവ വിശ്വമൂർത്തി. സഹസ്രബാഹുവായ വിശ്വമൂർത്തി, വിശ്വരൂപ, 1000 കൈകളുള്ള വിശ്വമൂർത്തി, വിശ്വരൂപത്തിനോട് അർജുനൻ പറയുകയാണ്, എല്ലാ സൃഷ്ടികളുടെയും മൂർത്തഭാവമാണെങ്കിലും നിന്റെ ആ ചതുർഭുജ രൂപത്തിൽ ശിരസിൽ കിരീടവും കൈകളിൽ ശംഖ്, ചക്ര, ഗദാ, പത്മങ്ങളോടും കൂടിയ ആ രൂപം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഭഗവാന്റെ ആ വിശ്വരൂപത്തിനോട് അർജുനൻ പറയുന്നത്. അർജുനന്റെ ഉള്ളിലുള്ള ആ ഭീതിയാണ് ഈ അർജുനനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. ദീർഘനേരം അദ്ദേഹത്തിന് ആ ചതുർബാഹുവായ സഹസ്രബാഹുക്കളായ ഉള്ള ആ രൂപം കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിന് അത്രയും പ്രാപ്തി വരുന്നില്ല. അപ്പൊ അർജുനന്റെ ഈ മാനസിക സ്ഥിതി 1-ാമത്തെ അധ്യായത്തിൽ നിന്നും, അതായത് അർജുന വിഷാദ യോഗത്തിൽ നിന്നും ഈ 10-ാമത്തെ അധ്യായത്തിൽ വിഭൂതി യോഗം, അത് കഴിയുമ്പോഴേക്കും തികച്ചും ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ഒരു തികഞ്ഞ ജ്ഞാനിയായി അദ്ദേഹം മാറി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് ഇത് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് തൻ്റെ സുഹൃത്തും ബന്ധുവും തേരാളിയുമായ കൃഷ്ണൻ വെറുമൊരു സാധാരണ മനുഷ്യൻ ആയിരുന്നു എന്നാണ് അർജുനൻ ധരിച്ചിരുന്നത്. എന്നാൽ ആ ചിന്താഗതി തന്നെ അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ നിന്ന് മാറി ഭഗവാന്റെ അവതാര ലീലകളുടെ ഭാഗമാണ് ഈ കാണുന്ന കൃഷ്ണാവതാരം എന്നുള്ള ആ സത്യം അദ്ദേഹം ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അർജുനന്റെ മനസ്സിൽ ഭഗവാനോട് അചഞ്ചലമായ ഭക്തിയും സമർപ്പണ മനോഭാവം ഉണ്ടാവുകയാണ്. അതോടൊപ്പം ഭഗവാന്റെ യഥാർത്ഥ രൂപം കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹം ജനിക്കുകയും ആ ആഗ്രഹപ്രകാരം ഭഗവാൻ തന്റെ തേജോമയവും വിഭൂതി ബഹുലവുമായ ആ വിശ്വരൂപം ദിവ്യദൃഷ്ടി നൽകി അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. ഭഗവാന്റെ ആ അനന്തമായ രൂപം ദീർഘനേരം കണ്ടു നിൽക്കാൻ ധീരനായ അർജുനന് ആവുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയം ജനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നിന്ന് നാരായണ രൂപത്തിലേക്ക്, നാരായണ രൂപം നമുക്കറിയാം ചതുർബാഹുക്കളുള്ള രൂപമാണ്. അർജുനൻ 1000 കൈകളുള്ള ആ വിശ്വരൂപത്തോട് തന്റെ ഭയാകുലത നിമിത്തം പറയുകയാണ്, ഈ പ്രപഞ്ച രൂപത്തിൽ നിന്നും ശിരസിൽ കിരീടവും ധരിച്ച ഭുജങ്ങളിൽ ശംഖും ചക്രവും ഗദയും താമരയും എന്നീ ആ നാരായണ രൂപത്തിലേക്ക് മാറി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഭഗവാനോട് അർജുനൻ അപേക്ഷിക്കുകയാണ്. അർജുനൻ ഭഗവാന്റെ പ്രപഞ്ചം മുഴുവൻ ആവൃതമായ സർവ്വചരാചരങ്ങളും അടങ്ങിയ ആ രൂപം കൂടുതൽ സമയം കണ്ടു നിൽക്കേണ്ട ആ ഒരു ത്രാണി അർജുനനില്ല. ഭഗവാൻ തന്റെ ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനൻ നൽകിയ ആ ദിവ്യ ദൃഷ്ടിയിലാണ് അർജുനന്റെ ആ പ്രപഞ്ച രൂപം അദ്ദേഹത്തിന് ദർശിക്കാൻ തന്നെ കഴിഞ്ഞത്. ഈ ദർശനത്തിലൂടെ ഭഗവാൻ അർജുനന് തന്റെ പ്രാപഞ്ചിക പങ്ക്, ജീവിതത്തിന്റെ ഈ മരണത്തിന്റെയും ചക്രം, കർമ്മഫലങ്ങളോടുള്ള ആസക്തി കൂടാതെ തന്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒരു ധാരണ ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെയാണ് അടുത്തത് 47, 48 അധ്യായം ഏകദേശം സാമ്യമുള്ളത് തന്നെയാണ്. 47-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാൻ വാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വന്നേന ന ദൃഷ്ടപൂർവം. ആദിയും അന്തവുമില്ലാത്ത വിശ്വരൂപം നിനക്ക് കാട്ടിത്തന്നു. നീയല്ലാതെ ഇതിനു മുമ്പ് ഈ രൂപം ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭൗതിക ലോകത്തിൽ അർജുനന് മാത്രമേ തേജോമയമായ ഭഗവാന്റെ ഈ വിശ്വരൂപം കാട്ടിക്കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ ഈ പ്രപഞ്ച രൂപത്തിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത അനന്തമായ 1000 ബാഹുക്കളുള്ള രൂപമാണ് അർജുനന് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. ഭഗവാൻ ബാലലീലാവേളയിൽ യശോദ മാതാവിന് ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവൻ തന്റെ വായിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഹസ്തിനപുരിയിൽ കൗരവ സഭയിൽ വെച്ച് ഭഗവാനെ ബന്ദിയാക്കാൻ ദുര്യോധനനും കൂട്ടരും ശ്രമിച്ചപ്പോഴും ഭഗവാൻ തന്റെ വിരാട് രൂപം ആ സഭയിൽ കാണിച്ച് സഭയെ തന്നെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷെ അതൊക്കെയും ഇത്ര തീവ്രതയിലും ആഴത്തിലും വ്യാപ്തിയിലുമുള്ള ഒരു രൂപമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു അപൂർണമായ രൂപമായിരുന്നു. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അടങ്ങിയ തന്റെ ആ വിശ്വരൂപം പ്രിയ ഭക്തനായ അർജുനന് വേണ്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ഭഗവാൻ കാണിച്ചിരിക്കുന്നത്. അർജുനന് മുമ്പ് ഭൗതിക ലോകത്തിൽ ആർക്കും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ദേവന്മാർക്ക് പോലും ലഭ്യമാകാത്ത ഈ മഹാഭാഗ്യമാണ് കേവലം മനുഷ്യനായ അർജുനന് ലഭിച്ചിരിക്കുന്നത്. അർജുനന് മുമ്പിൽ പ്രത്യക്ഷനായ ആ വിശ്വരൂപം ദിവ്യ ദൃഷ്ടിയുള്ള സ്വർലോകങ്ങളിലും മറ്റ് ബഹിർലോകങ്ങളിലും വാഴുന്ന ഭക്തന്മാർക്കും ദേവന്മാർക്കും ഇതുവഴി കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അടുത്തത് 48-ാമത്തെ ശ്ലോകം. ന വേദയജ്ഞാദയനൈർന ദാനേഹി ന ചക്രിയാഭിർന തപോഭിരുഗ്രൈഹി ഏവം രൂപ ശക്യ അഹം നൃലോകേ ഭ്രഷ്ടും തദന്യേന കുരുപ്രവീര. കുരുവീരന്മാരിൽ ശ്രേഷ്ഠനായവനെ, എന്റെ ഈ വിശ്വരൂപം നീയല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ശ്ലോകത്തിലെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. വേദാധ്യയനം കൊണ്ടോ യാഗങ്ങൾ ചെയ്തതുകൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ടോ കഠിനമായ തപസ് കൊണ്ടോ എന്റെ ഈ പ്രപഞ്ച രൂപം ഈ ഭൗതിക ലോകത്ത് ആർക്കും തന്നെ ദൃശ്യമാവില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഏകദേശം കഴിഞ്ഞ ശ്ലോകത്തിലെ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും വിവരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ദിവ്യ ദർശനത്തിന് യോഗ്യത കൂടി ഇവിടെ പറയുകയാണ്. ഭഗവാന്റെ ശുദ്ധഭക്തനായ അർജുനന് മാത്രമേ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ദിവ്യ ദർശനം ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ആ ഭാഗ്യം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആ ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുകൂടി ഇവിടെ പറയുകയാണ്. ആധ്യാത്മികമായി അത്യുന്നതിയിൽ നിൽക്കുന്നവർക്ക് പോലും അപ്രാപ്യമായതാണ് ഭഗവാന്റെ വിശ്വരൂപ ദർശനം. അതിനെ ഉദാഹരണമായി ഭഗവാൻ ഇവിടെ പറയുകയാണ്. 4 വേദങ്ങളും പഠിച്ച് അധ്യയനം നടത്തിയ ജ്ഞാനി ആയതുകൊണ്ടും മാത്രം ഈ രൂപം കാണാൻ ഭാഗ്യം കിട്ടുന്നില്ല. വേദങ്ങളുടെ കർമ്മഭാഗമാണ് യാഗങ്ങൾ. അത് യജ്ഞം കൂടിയാണ്. ആ യജ്ഞം യാഗങ്ങൾ ചെയ്യുന്ന യോഗിക്ക് പോലും ഇത് കിട്ടണമെന്നില്ല. എന്നാൽ ദാനങ്ങൾ ചെയ്ത് പുണ്യം നേടിയതുകൊണ്ടോ ദാനങ്ങൾ ചെയ്ത് പുണ്യം നേടിയാൽ നമ്മുടെ പാപകർമ്മങ്ങൾ പോലും ശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ അത്തരക്കാർക്ക് പോലും ഈ ഒരു ഭാഗ്യം ലഭിക്കുന്നില്ല. അതുപോലെ ദാനധർമാദികൾ ചെയ്ത് അതുകൊണ്ടോ പുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകൊണ്ടോ മനസ്സിൽ നന്മ നിറഞ്ഞ പ്രവർത്തികൾ മുഴുകിയതുകൊണ്ടോ ഈ ഭഗവാന്റെ പുണ്യരൂപം കാണേണ്ട ഒരു ഭാഗ്യം ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ ഉയർന്ന തലത്തിലുള്ള യോഗികൾക്ക് പോലും ഈ ഭഗവാന്റെ ദിവ്യരൂപം കാണേണ്ട ഭാഗ്യം ലഭിക്കുന്നില്ല. എന്നാൽ ഭഗവാനിൽ ഉത്തമ ഭക്തി ഉള്ളവർക്ക് മാത്രമേ ഈ ദിവ്യ ദർശനം സാധ്യമാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ദേവന്മാരുടെ സ്ഥിതിയിൽ എത്തിയവർക്ക് മാത്രമേ ദിവ്യ ദൃഷ്ടി കൈവരികയുള്ളൂ. വിഷ്ണു ഭക്തന്മാരാണ് ദേവന്മാർ എന്ന് ഒരു സിദ്ധാന്തമുണ്ട്. വിഷ്ണു ഭക്തോ സ്മൃതാ ദേവോ എന്നാണ് അതിനെ പറയുന്നത്. ദൈവിക കൈവരിക്കാതെ ദിവ്യ ദർശനം സാധ്യമല്ല തന്നെ. അർജുനന്റെ ആ നിസ്വാർത്ഥമായ ഭക്തി അതൊന്നും തന്നെയാണ് ദേവന്മാർക്ക് പോലും ലഭ്യമാകാത്ത ആ മഹാഭാഗ്യം അദ്ദേഹത്തിന് കൈവന്നത്. അർജുനനെ തന്റെ കർമ്മപഥത്തിലേക്ക്
കൊണ്ടുവരാനുള്ള ഒരു വഴി കൂടിയായാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. അതുപോലെ ഭഗവാൻ വിഷ്ണുവിന്റെ ഉത്തമ ഭക്തന്മാരായി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ ശ്രമിക്കാം. ഹരിയോം. ഹരിയോം അക്ക. ഹരിയോ. ആർക്കെങ്കിലും പറയാൻ കൂടുതലായിട്ട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ വിശദീകരണം കൊടുക്കാൻ. ഹരിയോം. ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തെ പറ്റിയാണ് നമ്മുടെ ഈ 11-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. വിശ്വരൂപ ദർശനം, അർജുനന്റെ വിശ്വരൂപ ദർശനം. ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയാണ് അർജുനന്റെ മുമ്പിൽ. അർജുനന്റെ മുമ്പിൽ ഈ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? എന്താണ് അതിന്റെ ഒരു പൊരുളെന്താണ്? വിശ്വരൂപ ദർശനം കൊണ്ട് എന്താണ് സിദ്ധിക്കുന്നത് അർജുനന്? ആദ്യം മുതലുള്ള 1-ാമത്തെ അധ്യായം മുതലുള്ള 10 അധ്യായം കഴിഞ്ഞപ്പോഴും അർജുനൻ ഒരു സംശയദൃഷ്ടിയോടെ, ഒരു വ്യാകുല ചിത്തനായിട്ടാണ് ഈ ഇത്രയും അധ്യായങ്ങളില് പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആ അർജുനനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മെല്ലെ മെല്ലെ പൊക്കി എടുത്തുകൊണ്ട് വരികയാണ് ഭഗവാൻ. അവസാനം ഭഗവാൻ ആരാണ്, എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആ വിശ്വരൂപ ദർശനമാണ് നമ്മൾ ഈ 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എൻ്റെ സഖിയല്ല, അങ്ങ് എൻ്റെ ബന്ധുവല്ല, അങ്ങ് ഞാൻ കരുതിയിരുന്ന പോലെയുള്ള ഒന്നുമല്ല. അങ്ങ് ഈ സർവ്വലോകങ്ങളുടെയും നാഥനാണ്. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഈ 47-ാമത്തെ ശ്ലോകത്തിൽ തന്നെ, 47-ാമത്തെ ശ്ലോകത്തിലും അല്ല 45-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഭഗവാൻ, അങ്ങ് ഈ സർവ്വലോകങ്ങളുടെയും നാഥനാണ്. ഞാൻ ഇത്ര നാളും കരുതിയിരുന്ന ആ ഒരു ഭഗവാനെ കുറിച്ചിട്ടുള്ള ആ ചിന്തകൾ എല്ലാം ഇതാ മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങ് ഭഗവാനാണ്, അങ്ങ് വിശ്വനാഥനാണ് എന്ന് അർജുനൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒരു പിതാവിനെ എങ്ങനെയാണോ പിതാവ് ഒരു പുത്രന്റെ കുറ്റങ്ങൾ, ചെയ്തികൾ മനസ്സിലാക്കുകയും അവന് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നത്, എങ്ങനെയാണോ ഒരു സഖാവ്, ഒരു മിത്രം തന്റെ മിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണോ അവന് ഒരു ഉപദേശം നൽകാനും അല്ലെങ്കിൽ അവൻ ആരാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒരു മിത്രത്തിന് എങ്ങനെ സാധിക്കുന്നു, അതുപോലെ തന്നെ ഒരു സ്വന്തം ഭാര്യയുടെ തെറ്റുകൾ മനസ്സിലാക്കി അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ സമാധാനിപ്പിക്കാനും അവരുടെ കുറ്റത്തിൽ നിന്ന് വിമുക്തനാക്കാനും ഒരു ഭർത്താവിനെ എങ്ങനെ സാധിക്കുന്നു, അതേ രീതിയിൽ എൻ്റെ തെറ്റുകൾ പൊറുത്ത് ഞാൻ അങ്ങയെ ഒരു കൂട്ടുകാരനായി കണ്ട ആ ഒരു തെറ്റ്, തീർച്ചയായും അത് തെറ്റാണ്, അങ്ങ് വിശ്വനാഥനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അതെല്ലാം പൊറുത്തിട്ട് എനിക്ക് മാപ്പ് നൽകുക ഭഗവാനെ എന്നാണ് ഈ 43, 44, 45 ശ്ലോകങ്ങളിലൂടെ അർജുനൻ ആവശ്യപ്പെടുന്നു. അർജുനൻ ശരിക്കും കൃഷ്ണനിൽ ഒരു ഗുരുവിനെ ദർശിച്ചു കഴിഞ്ഞു. എൻ്റെ ഗുരുവാണ് അങ്ങ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. നമ്മൾ എല്ലാ തെറ്റുകളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കി ഈ വിശ്വരൂപ ദർശനം അർജുനന് കാണിച്ചു കൊടുത്ത ആ വിശ്വരൂപ ദർശനം നമ്മൾ സ്വയം മനസ്സിലാക്കി വിശ്വരൂപ പ്രദർശിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ദർശനം നമുക്ക് കിട്ടിയതായി അറിഞ്ഞുകൊണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് ശരണമായിട്ടുണ്ടാകും. നമ്മളെ ആശ്രിതനാണ് ഭഗവാൻ. ശരിക്കു പറഞ്ഞാൽ ഭക്തന്റെ ആശ്രിതനാണ് ഭഗവാൻ. ഭക്തന് ദാസനായിട്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. ഭഗവാൻ ഈ ത്രിലോകങ്ങളുടെയും നാഥനാണെങ്കിലും ഭക്തന് ഭഗവാൻ ഒരു ദാസനെ പോലെ ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവത്
ചിന്തയോടുകൂടി സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന ചിന്തയോടുകൂടി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായും ഈ ഓരോ അർജുനന്മാരും, നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്, ആ ഓരോ അർജുനന്മാർക്കും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ തീർച്ചയായും വിശ്വസിക്കാം. അതാണ് നമ്മൾ ഈ 11-ാം അധ്യായത്തിൽ നമുക്ക് ഭഗവാൻ കാട്ടിത്തരുന്നത്. ഇനി കലിയുഗത്തില് നമ്മള് എന്തെല്ലാം ദുരിതങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അർജുനൻ നേരിടേണ്ടി വന്ന ആ ദുരിതങ്ങളുടെ എല്ലാം നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ദുരിതങ്ങൾ വളരെ തുച്ഛമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാലും കലിയുഗമാണിത്. ഈ കലിയുഗത്തില് നമ്മൾ നേരിടേണ്ടി വരുന്ന ദുരിതപൂർണവും അശാന്തിജനകവുമായ ഈ ലോക ജീവിതത്തിന് ശാന്തിയുടെയും പരമാനന്ദത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരേ ഒരു നാദം, അതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത. ഈ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത്, ആ അർജുനൻ നമ്മൾ സ്വയം ഒരു അർജുനനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അശാന്തിയും ആ അധർമ്മവും എല്ലാം നീക്കിവെച്ച് നമ്മള് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിൽ കൂടി സഞ്ചരിച്ച് ഭഗവാനെ മനസ്സാ ചിന്തിച്ചുറപ്പിച്ച് ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി നമ്മൾ ഭഗവാനെ കണ്ടുകൊണ്ട് ജീവിക്കുക. അതാണ് ഈ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഭഗവാൻ കാട്ടിത്തരുന്നത്. അർജുനനെ ഒരു നിമിത്തം മാത്രമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് അർജുനൻ. അർജുനൻ എന്താണോ കണ്ടത് അത് നമ്മൾ തന്നെ കണ്ടതായി മനസ്സിലാക്കുക. അർജുനനെ നിമിത്തമായിക്കൊണ്ട് ആക്കിക്കൊണ്ട് ഭഗവാൻ ഉപദേശിക്കുന്ന ഈ ഭഗവത്ഗീത 11-ാം അധ്യായം നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട അധ്യായമാണ്. ഇപ്പോൾ അർജുനൻ എത്തി നിൽക്കുന്നത് ആ വിശ്വരൂപം മാറ്റിയിട്ട് വിശ്വരൂപ ദർശനം കൊണ്ട് അദ്ദേഹത്തിന് വ്യാമോഹമാണ് ബാധിച്ചിരിക്കുന്നത്, ഭയമാണ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ എൻ്റെ ഈ കാഴ്ച, എൻ്റെ ഈ ദർശനം എനിക്ക് വേണ്ട. എനിക്ക് ഭഗവാന്റെ ആ കിരീടവും ഗദയും ചക്രവും പത്മവും എല്ലാമുള്ള ആ ഒരു ഭഗവാന്റെ രൂപം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം എന്നെ കാട്ടിത്തരണേ എന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. നമ്മൾ ഈ ശ്രീ ഗുരുവായൂരപ്പനെ എപ്പോഴും നമ്മൾ ധ്യാനിക്കുക. ആ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരിയോ ഹരിയോ. കുറച്ചുകൂടെ വിശദീകരണം പറഞ്ഞു തന്ന സരോജിനിയേറ്റയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഭഗവാൻ ഈ അധ്യായത്തിലൂടെ വിശ്വരൂപം ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും അർജുനനെ യഥാർത്ഥ കർമ്മത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നത്. നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മളും ഓരോ അർജുനന്മാരാണ്. ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും സസൂക്ഷ്മം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാൻ ശ്രമിക്കണം. പിന്നെ ഇവിടെ ആദ്യമായി ധ്യാന ശ്ലോകം ചെയ്ത വിജി ഉണ്ണികൃഷ്ണനെ എന്റെ പേരിലും സമുദ്രയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ശ്ലോകങ്ങൾ 37 മുതൽ 39 വരെ ചാൻഡിങ് റിവിഷൻ ചെയ്ത നിഷ സമീറക്കയും 40 മുതൽ 42 വരെ ചാൻഡിങ് റിവിഷൻ ചെയ്ത ദീപക്കയും സമുദ്രയുടെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ശ്ലോകങ്ങൾ ചാൻഡിങ് ഗൈഡൻസ് നൽകിയ സിന്ധു എന്തൊക്കെ സമുദ്രയുടെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ധാത്രിയക്ക 43 മുതൽ 45 വരെ ശ്ലോകം ചെയ്ത ധാത്രിയക്ക, വിശദീകരണം നൽകിയ രത്നവല്ലിയക്ക, 46 മുതൽ 48 വരെ ശ്ലോകങ്ങൾ ചാൻഡിങ് റെപ്പിറ്റീഷൻ ചെയ്ത സോണക്ക, വിശദീകരണം നൽകിയ ജയരാജണ്ണൻ, പിന്നെ ബാക്കപ്പായി നിന്ന രമക്ക, കുറച്ചുകൂടി വിശദീകരണം പറഞ്ഞു തന്ന സരോജിനിയക്ക, എല്ലാവർക്കും സമുദ്രയുടെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.
ഇനിയും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും അടുത്ത ശ്ലോകങ്ങൾ മനസ്സിലാക്കാം. ഇതിന്റെ പിന്നിൽ അശ്രാന്തമായി പരിശ്രമിച്ച സിന്ധു അക്കയ്ക്ക്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത സുനൈനയക്ക, ഇതിന് ഒരവസരം ഒരുക്കി തന്ന നമ്മുടെ മുഖ്യ പ്രമുഖായ ഗോപണ്ണൻ, ഓരോ യോഗ ബന്ധുക്കളും, അതുപോലെ ഇങ്ങനെ 7 മണി മുതൽ 8 മണി വരെ ഭഗവാന്റെ ഗീത പഠിക്കാൻ എത്തുന്ന ഓരോ യോഗ ബന്ധുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും SPYSന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഹരിയോ. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.